വസ്ത്രവിപണി, ഓണം വിപണി, റംസാൻ വിപണി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ? എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വിപണി കൂടിയുണ്ട്, തെരഞ്ഞെടുപ്പ് വിപണി. അതങ്ങനെ ആരും കേട്ട് കാണാൻ വഴിയില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് വസ്ത്രവിപണിയിലുമുണ്ട് പുതിയ ട്രെൻഡുകൾ. എന്തൊക്കെയാണെന്ന് നോക്കി വരാം. അരിവാൾ ചുറ്റികമുണ്ട്, കൈമുണ്ട്, താമരമുണ്ട്, അരിവാൾ നെൽക്കതിർമുണ്ട്, കോണിമുണ്ട്. ഇതൊന്നും പോരെങ്കിൽ പറയുന്ന ചിഹ്നം മുണ്ടിൽ പ്രിന്റ് ചെയ്തു തരും. സ്ഥാനാർത്ഥിക്കും ഒപ്പമുള്ളവർക്കും സ്വന്തം ചിഹ്നം പ്രിന്റ് ചെയ്ത മുണ്ടുടുത്ത വോട്ട് ചോദിക്കാനിറങ്ങാം. ഇലക്ഷന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇങ്ങനെ ചിഹ്നങ്ങൾ അനാവരണം ചെയ്തിട്ടുള്ള മുണ്ടുകൾ ലഭിക്കുക എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. മുണ്ട് അടിപൊളി, ഒരു വെറൈറ്റി മുണ്ട്. നമ്മളെ ചിഹ്നം, നമ്മളെ തന്നെ ചിഹ്നം കിട്ടിയപ്പോൾ ഒരു സന്തോഷം. ഇത് ഒരു മുണ്ട് നമ്മൾക്ക് ഇങ്ങനെ നമ്മളെ പ്രതീക്ഷിച്ചിട്ട് മുണ്ട് ഇറക്കുമ്പോൾ അത് മേടിച്ചു വെക്കുക, ഒന്ന് ഉടുക്കുക. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് മുണ്ടുകളുടെ വില. വൈകാതെ ചിഹ്നം പതിച്ച സാരികളും വിപണിയിലെത്തും. തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ പതിച്ച കുടകളും തൊപ്പികളും മുമ്പേ ഉണ്ടെങ്കിലും മുണ്ടും സാരിയുമൊക്കെ പുതിയ ട്രെൻഡാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കൊള്ളാല്ലേ? ഓണക്കാലവും വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വിഷുക്കാലത്തൊക്കെ കണിക്കൊന്നയുടെ പ്രിന്റുള്ള ഷർട്ടുകൾ അല്ലെങ്കിൽ ചുരിദാറുകളൊക്കെ കാണാറുണ്ട്. ഇതെന്തായാലും രസമുണ്ട്. കാരണം അരിവാൾ ചുറ്റിക നക്ഷത്രം അതേപടി ബോർഡറിൽ പിടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൈപ്പത്തിയുണ്ട്, താമരയുണ്ട്, ഒക്കെ നല്ല രസമുള്ള ഒരു കാഴ്ച. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വസ്ത്രവിപണിയിൽ കൂടി കൂടുതൽ ലാഭം കൊയ്യാം ഇങ്ങനെ ഒരു ഐഡിയയിലൂടെ. ഇനിയിപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ സമയമൊക്കെ അങ്ങ് ആവാറാകുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ തന്നെ ആയിരിക്കുമല്ലേ കൂടുതൽ കളത്തിൽ നിറയുക? ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്ത മുണ്ടിന് വലിയ ഡിമാൻഡാണ് വയനാട്ടിലൊക്കെ അനുഭവപ്പെടുന്നത്. പ്രധാന പാർട്ടികളുടെ ഒക്കെ ചിഹ്നങ്ങൾ ഇത്തരത്തിൽ മുണ്ടിൽ കരയ്ക്ക് പകരം പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. കൈയും കോണിയും അരിവാൾ ചുറ്റിക നക്ഷത്രവും അരിവാൾ നെൽക്കതിരും ഒക്കെയുണ്ട്. ഇനിയിപ്പോൾ അത്തരത്തിൽ പ്രിന്റ് ചെയ്ത മുണ്ടില്ലെങ്കിൽ നമ്മൾ പറയുന്ന ചിഹ്നം പ്രിന്റ് ചെയ്ത് തരുന്ന സൗകര്യവുമുണ്ട്. സ്ഥാനാർത്ഥികൾക്കും ഒപ്പം നടക്കുന്നവർക്കും ഒക്കെ ഇത്തരത്തിലുള്ള മുണ്ടുടുത്ത് പ്രചരണത്തിനിറങ്ങാം. ചിഹ്നം ഏതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് മുണ്ടുടുക്കാത്തവരാണെങ്കിൽ പോലും ഇപ്പോൾ ഇത്തരം മുണ്ടുകൾ ഉടുത്താണ് പ്രചരണത്തിനിറങ്ങുന്നത്. സ്ഥാനാർത്ഥികളിൽ പലരും നേരിട്ട് തന്നെ മുണ്ട് വാങ്ങാനെത്തുന്നുണ്ട്. മുൻപ് സാരികളിലൊക്കെ ഇത്തരം ചിഹ്നം പ്രിന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ മുണ്ടിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ആദ്യമായാണ്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിലോ ഈ തെരഞ്ഞെടുപ്പിലോ തന്നെ ഇനി ഷർട്ടിലൊക്കെ പ്രിന്റ് ചെയ്ത് ചിഹ്നം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പോളിംഗ് ദിവസം, വോട്ടെടുപ്പ് ദിവസം ബൂത്തിന് സമീപത്തൊക്കെ ഇത്തരം വസ്ത്രം ധരിച്ചു പോയാൽ ഒരുപക്ഷെ തന്നെയാണ്. കമൽ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായി പോകും, പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി പോകും. പോളിംഗ് ദിവസമൊക്കെ ഇതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു പോയി കഴിഞ്ഞാൽ തൊപ്പിയിലൊക്കെ ചിഹ്നം പതിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ട്രെൻഡൊക്കെ പെരുമാറ്റച്ചട്ടം കൂടി പാലിച്ചായിരിക്കണം എന്ന് മാത്രം.